ബഡ്ജറ്റിലും ഡിസൈനിലും വരുന്ന കിച്ചന്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിലായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, 4 ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടി അടങ്ങുന്ന ഒരു ഹാളിന്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. വ്യത്യസ്ത ബഡ്ജറ്റിലും വ്യത്യസ്ത ഡിസൈനിലൊക്കെ വരുന്ന ഹാളായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഓരോ ആൾക്കാർക്കും വ്യത്യസ്ത ബഡ്ജറ്റിലും വ്യത്യസ്ത സൈസിലും ഒക്കെ ആയിരിക്കും ഒരു വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് ആ ഒരു സൈസിനും ബഡ്ജറ്റിനും ഒക്കെ അനുസരിച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടാതെ നമ്മളിപ്പോ നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടിടുക. കാരണം വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നല്ല വീടുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന കിച്ചൺ നല്ല സൗകര്യത്തിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ്. ഈ കിച്ചന്റെ സൈസ് വന്നിട്ട് 422x316 ആണ് കേട്ടോ. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ചെയറും വരുന്നുണ്ട്. ആ ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിലേക്ക് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന തരത്തിൽ ഇതുപോലൊരു റെയിലിംഗും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റോർ റൂം വരുന്നില്ല. അതിന്റെ ആവശ്യം വരാത്ത രീതിയിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റാക്ക് വരുന്നുണ്ട്, എൽ ഷേപ്പിലാണ്. അതിന് താഴ്ഭാഗത്തായിട്ട് ലോവർ ക്യാബിനറ്റ്സും അതുപോലെ തന്നെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ അഡീഷണൽ ആയിട്ടും ഒത്തിരി കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരൂലേ, അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വോളിലായിട്ട് ഒരു ഓപ്പൺ ഷോക്കേസും ചെയ്തിട്ടുണ്ട്. ഈ വീട് ഒരു അടിപൊളി വീട് തന്നെയാണ് കേട്ടോ. ഓരോ ഭാഗവും നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വീടിന്റെ ഡീറ്റെയിലിംഗ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി വെക്കാൻ മതിയേ. ഇനിതാ നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്ത് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ മൊത്തത്തിൽ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഓരോ ഐറ്റംസിനും അതത് ക്യാബിന് കൊടുത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് തുറന്നു നോക്കല്ലേ. ഇനി നമ്മുടെ റാക്കിന് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നീളത്തിലൊരു ക്രോക്കറി യൂണിറ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അതിന് മുകളിലായിട്ടാണെങ്കിലോ ഒത്തിരി ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇതുപോലെ അപ്പർ ക്യാബിൻസും ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടും ഒരു ഗ്രേ കളറിൽ തന്നെയാണേ. നമ്മുടെ ഈ കിച്ചണ് കൂടാതെ ഇവിടെ പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മളിന്റെ വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു എൽ ഷേപ്പിൽ റാക്ക് വരുന്നുണ്ട്. ബേസിലൊക്കെയായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ വശത്തായിട്ടാണ് സിങ്ക് വരുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വെള്ളമൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാനൈറ്റ് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റാക്കിന്റെ ഒക്കെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ കിച്ചണിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒക്കെ കബോർഡ് ചെയ്തിട്ടുണ്ടേ. അതിന് മുകളിലായിട്ടും ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു കബോർഡ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നല്ല പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തിൽ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിലായിട്ട് തന്നെ പാത്ര സ്റ്റാൻഡും കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ അവിടുന്ന് ഇതാ നമ്മൾ ഈ ഒരു സൈഡിലെ ഒരു വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ ഷോക്കേസും ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പാണ് വരുന്നത്. താഴ്ഭാഗത്തായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ എനിക്ക് ഇഷ്ടമായ മറ്റൊരു കാര്യം എന്നാൽ, നമ്മുടെ വീഡിയോ എടുക്കാനൊക്കെ ചില വീട്ടിൽ പോകുമ്പോൾ
പോകുമ്പോൾ അവിടെ കിച്ചണിലായിട്ട് റാക്ക് കൊടുത്തിട്ട് അതിന് 3 തലക്കായിട്ട് സിങ്കും അടുപ്പും അതുപോലെ ഗ്യാസൊക്കെ അടുപ്പിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം എന്തെന്നാലും നോക്കി, ഇവിടെ സിങ്കിനായിട്ട് ഒരു റാക്ക് വരുന്നുണ്ട്. കൂടാതെ ഒരു പാർട്ടീഷൻ വോൾ പോലെ കൊടുത്തിട്ടാണ് കേട്ടോ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ നിന്നൊക്കെ നീങ്ങിയത് ഈ ഒരു കോർണറിലായിട്ടാണ് ഗ്യാസ് സ്റ്റൗവിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കിച്ചണ് നല്ല നീറ്റ് ആയിട്ടും തോന്നും, ഒപ്പം നമുക്ക് നല്ല കംഫർട്ടാണ് കേട്ടോ. ഓരോ അറേഞ്ച്മെന്റ്സും നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇരിക്കുന്ന ഭാഗത്ത് ഇതേ വോളിലായിട്ട് ഇതുപോലെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാൻ ഒരു ഓപ്പൺ ഷോക്കേസും വരുന്നുണ്ട്. ഈ കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇനി നമ്മുടെ ഈ കിച്ചണിൽ നിന്നല്ലേ നമുക്ക് നല്ല ആശ്വാസത്തിലിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട്. നിങ്ങൾ കിച്ചൺ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി സ്പേസ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാട്ടോ. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ കൂടി വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ഇങ്ങനെ റെയിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനും നമുക്ക് നല്ല ആയാസത്തിലിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റൂട്ടാ. അപ്പൊ ഇനി നമുക്ക് അടുത്ത കിച്ചൺ നോക്കിയാലോ. നമ്മുടെ ഈ കിച്ചൺ വന്നിട്ട് 260-435 സൈസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലേക്ക് കയറി വരുമ്പോഴേ ഡോറിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നാനോ വൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതൊരു ഷോ കിച്ചൺ കൺസെപ്റ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റാക്കിലൊക്കെ പൊതുവായിട്ട് സിങ്ക് അല്ലേ കാണാറ്, അതിലും വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയിൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു വാഷ് ബേസിൻ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ട് നോക്കിയാൽ ഇതുപോലെ ലോവർ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ഇൻഡിഗോ കളറിലാണ് കേട്ടോ നമ്മുടെ ക്യാബിൻസ് ഒക്കെ വരുന്നത്. അത്യാവശ്യത്തിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഓരോ ക്യാബിനും ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലായിട്ട് ഹോളിൽ നിന്ന് കിച്ചണിലേക്ക് കാണുന്ന തരത്തിൽ ഒരു കർട്ടൻ സെറ്റപ്പ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഒരു സെറ്റപ്പ് എന്താന്നുള്ളതും നിങ്ങൾക്ക് ഈ വീടിന്റെ ഡീറ്റെയിലും വീഡിയോ കണ്ടാൽ മനസ്സിലാവൂട്ടാ. ഇനി വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ റാക്കിന്റെ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ കിച്ചണിൽ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ റാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റോർ റൂം നോക്കല്ലേ. ഈ സ്റ്റോർ റൂം വന്നിട്ടും അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ റൂം തന്നെയാണ്. ഇനി നമ്മുടെ ഈ കിച്ചണിൽ നിന്നും ഇത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അത് വന്നിട്ട് നോക്കല്ലേ. ഇവിടെ ഫ്ലോറിലായിട്ട് ഒരു നല്ല മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിൽ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗമൊക്കെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ അവിടുന്ന് ഇതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിന് മുകളിലായിട്ട് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അടുപ്പ് വരുന്നത്. പുകയില്ലാത്ത അടുപ്പാണ് കേട്ടാ. താഴ്ഭാഗത്ത് വിറക് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ ഷോക്കേസ് മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടും വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ കിച്ചൺ നോക്കിയാലോ. ഈ കിച്ചൺ വന്നിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ നല്ല ഒതുക്കത്തിലും നല്ല ഭംഗിയിലും 472-270 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ട് ഒരു റാക്ക് വരുന്നുണ്ട്. എൽ ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ റാക്കിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ സിങ്ക് വരുന്നത്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബിൾ ആണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഇനി ദേ ഇവിടെ വോളിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. നമ്മുടെ സിങ്കിന് മുകളിലായിട്ടും ഇതുപോലെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാബിന് കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോളിൽ നോക്കിയാൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ മുകൾ ഭാഗത്തായിട്ടും ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പുകയില്ലാത്ത അടുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഇനി അടുപ്പിന്റെ ആ ഒരു ഭാഗത്തോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ ഒരു മിനി റാക്ക് വരുന്നുണ്ട്. അതിന്റെ താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ 2 കബോർഡ് വരുന്നുണ്ട്. കൂടാതെ മുകളിലായിട്ട് നോക്കുകയാണേലോ ഇതുപോലെ റെയിലിംഗും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ട 3 കിച്ചന്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് 4ാമത്തെ കിച്ചൺ നോക്കല്ലേ.
അത്യാവശ്യം സൗകര്യത്തിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 510-600 സൈസിൽ വരുന്ന ഒരു കിച്ചൺ ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത്. 110-150 സൈസിലാണ് കേട്ടോ ഈ സ്റ്റോർ റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യത്തിന് ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിൽ തന്നെ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. ഈ റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ റാക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. അത്യാവശ്യത്തിന് വലിയൊരു സിങ്ക് തന്നെയാണ്. ഇനി നമ്മുടെ ഈ റാക്കിന്റെ തൊട്ട് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വുഡൻ തീമിൽ നല്ല ഭംഗിയിൽ തന്നെ കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഓപ്പൺ ഷെൽഫും വരുന്നുണ്ട്. നമ്മുടെ സിങ്ക് ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ആ ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ ഒരു വാട്ടർ പ്യൂരിഫയറും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ കണ്ട ആ ഒരു ഷെൽഫില് അതിന് മുകളിലായിട്ടും ഇതുപോലെ അപ്പർ ക്യാബിൻസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഡോറ് തുറന്നു വരുന്ന ആ ഒരു ഭാഗത്ത് മുകളിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മോഡേൺ കിച്ചൺ തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്ത് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിലും ഓരോന്നിനും അതത് ക്യാബിൻസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പാണ് വരുന്നത്. താഴ്ഭാഗത്തായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അതൊക്കെ ഡോറ് കൊടുത്ത് ക്ലോസ്ഡ് ആണ്. നമ്മുടെ അടുപ്പിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഈ ഭാഗത്തേക്കും ഒരു റാക്ക് വരുന്നുണ്ട്. അതിലായിട്ടാണ് കേട്ടോ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ ആണ് വരുന്നത്. നമ്മൾ കണ്ട ഈ റാക്കില്ലേ അതിന് താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ കബോർഡ്സ് വരുന്നുണ്ട്. കൂടാതെ മുകളിലായിട്ട് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതേ കണക്കിന് റെയിലിംഗും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 4 കിച്ചണും അടങ്ങുന്ന വീടിന്റെ ഡീറ്റെയിലിംഗ് വീഡിയോ കാണാൻ വേണ്ടിട്ട് ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടാ. എല്ലാവരും ഒന്ന് കയറി കണ്ടോക്കുക. ഒപ്പം പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് കണ്ടോക്കണേ. അപ്പൊ ഇനി നമ്മൾ ഒത്തിരി ഹോം ടൂർ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.